Hello friends, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സേഫ് ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു മാജിക്കൽ ഫേസ് പാക്ക് ആണ് കേട്ടോ. നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമ്മുടെ ഫേസ്, നമ്മുടെ സ്കിന്ന് നന്നായിട്ടൊന്ന് ബ്രൈറ്റൻ ചെയ്യാനും അതുപോലെ തന്നെ നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള ഗ്ലോ കിട്ടാനും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് കേട്ടോ. ഇത് ഞാൻ കുറേ വട്ടം ട്രൈ ചെയ്തു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, അടിപൊളിയായിട്ട് സക്സസ് ആയി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ടൊന്ന് എന്താ പറയുക, ഒരു ചെറിയൊരു ഫംഗ്ഷന് പോകണമെന്നുണ്ടെങ്കിലോ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്കൊരു ഒന്ന് ബ്രൈറ്റൻ ആവണം, അല്ലെങ്കിൽ നമ്മുടെ ഫേസിലൊരു ഗ്ലോ വേണം, ആ ഒരു ഡൾനെസ് ഒക്കെ ഒന്ന് പോയിട്ട് നല്ലൊരു ഗ്ലോ വേണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ കെമിക്കൽസ് ഒന്നും ചേർക്കുന്നില്ല, നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ചെയ്യേണ്ടത്. ആകെ ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ നമുക്ക്, 2 ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ നമ്മളിതിൽ യൂസ് ചെയ്യുന്നുള്ളൂ. അതിലൊരു ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമുള്ളൂ, ബാക്കി നമ്മുടെ കിച്ചണിൽ തന്നെയുള്ള സാധനമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്ലാക്സ് സീഡിനെ പറ്റിയിട്ട് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഫ്ലാക്സ് സീഡിന് പല ഗുണങ്ങളാണുള്ളത്. നമുക്ക് കഴിക്കാനാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഹെയറിനാണെങ്കിലും നമ്മുടെ സ്കിന്നിനാണെങ്കിലും ഈ ഒരു ഫ്ലാക്സ് സീഡ് ഭയങ്കര നല്ല ഗുണങ്ങളാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്ലാക്സ് സീഡ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഫേസ് പാക്കാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വീട്ടിലോട്ട് കിടക്കുന്നതിന് മുന്നേ ഞാൻ എന്നും പറയുന്ന പോലെ എൻ്റെ ചാനലൊക്കെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് അഞ്ജു. വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക, കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഫ്ലാക്സ് സീഡ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കൊരു പ്രൊമോഷനായിട്ട് കിട്ടിയതാണ് കേട്ടോ. പക്ഷേ എനിക്കത് ഭയങ്കരമായിട്ട് യൂസ്ഫുള്ളായി. യോഗ ബാറിൻ്റെ ഫ്ലാക്സ് സീഡാണ് ഇത്. ഓർഗാനിക് ആയിട്ടുള്ള ഫ്ലാക്സ് സീഡാണ് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ ഫ്ലാക്സ് സീഡ് സൂപ്പർ മാർക്കറ്റിലാണെങ്കിലും ഹൈപ്പർ മാർക്കറ്റിലാണെങ്കിലും ഒക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ഫ്ലാക്സ് സീഡ് കുറച്ച് മതി നമുക്ക്, എന്താ പറയുക, കുറച്ച് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ പാക്ക് നമുക്ക് ഒരു 2-3 വട്ടമൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലാക്സ് സീഡ്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കേട്ടോ. ജസ്റ്റ് ഒന്നുകൂടി ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം ഞാനത് ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പോൾ ഇതിന് നമ്മൾ മലയാളത്തിൽ ചണവിത്ത് എന്നാണ് കേട്ടോ പറയാം. അപ്പോൾ നിങ്ങളിപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് ഫ്ലാക്സ് സീഡ് നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ചണവിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലാക്സ് സീഡ്. ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു യോഗ ബാറിൻ്റെ ഫ്ലാക്സ് സീഡാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഏത് ഫ്ലാക്സ് സീഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഭയങ്കര ചെറിയ നമ്മുടെ ഈ ഒരു മുതിരയുടെ ഒക്കെ ടൈപ്പാണ്, പക്ഷെ മുതിരയുടെ അത്ര അങ്ങോട്ട് വലുപ്പമില്ല, ചെറിയ വിത്താണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ പാക്ക് ഉണ്ടാക്കുന്നത്. പിന്നെ ഈ ഒരു ഫ്ലാക്സ് സീഡിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അത് നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ എങ്ങനെയാണ് ബെനിഫിഷ്യൽ ആയിട്ടുള്ളത് നമുക്ക് നോക്കണ്ടേ. അപ്പോൾ ഈ ഒരു ഫ്ലാക്സ് സീഡിൽ വളരെയധികം omega-3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ റിച്ച് സോഴ്സ് ഓഫ് വൈറ്റമിൻസ് ആണ്, ആൻറ്റി ഓക്സിഡൻസ് ആണ്. അപ്പോൾ ഈ ഒരു ആൻറ്റി ഓക്സിഡൻസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഫേസിലുള്ള, അതായത് നമ്മുടെ സ്കിന്നിലുള്ള പിഗ്മെന്റേഷൻ, അതുപോലെ ഡൾനെസ്, പിന്നെ നമുക്ക് ആക്നി ഉണ്ടായിട്ട് വന്ന സ്കാർസുകൾ, അതൊക്കെ പോവാനായിട്ട് കംപ്ലീറ്റ്ലി 100% എനിക്ക് ഉറപ്പുള്ളൊരു സംഭവമാണ് ഈ ഒരു ഫേസ് പാക്കാണ്. ഇത് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കും കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ ഗ്രാജുവലി നമ്മുടെ ഫേസിലുള്ള ആ ഡൾനെസ്സും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നൊന്ന് ഒരു പടിക്ക് ഒന്ന് ലൈറ്റൻ ആവുന്നത് പോലെയും, അതുപോലെ തന്നെ നമ്മുടെ ഫേസിലുള്ള പിമ്പിൾസിൻ്റെ മാർക്സും ഒക്കെ ഒന്ന് ലൈറ്റൻ ആയിക്കൊണ്ടിരിക്കുന്നതൊക്കെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. എനിക്കത് 100% ഫീൽ ചെയ്തു. എൻ്റെ പിമ്പിൾസ് മാർക്സൊക്കെ ഇവിടെ എനിക്ക് കുറേ പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്തായാലും നിങ്ങൾക്കിത് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ഈ ഒരു omega-3 ഫാറ്റി ആസിഡ്സ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കൺസ്യൂം, അതായത് കഴിക്കാനും നമുക്ക് നല്ലതാണ്. വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ഫ്ലാക്സ് സീഡ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഞാൻ ഈ ഒരു ഫ്ലാക്സ് സീഡ് വെച്ചിട്ടുള്ള ജെല്ല് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ മലേഷ്യയിലുള്ള സമയത്ത് എടുത്ത ഒരു വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. നമ്മുടെ ഹെയർ ഗ്രോത്തിനാണെങ്കിലും നല്ല ഹെയർ നല്ല പോലെ സോഫ്റ്റ് ആണോ, തിക്നെസ് തോന്നിക്കാനൊക്കെ ഈ ഒരു ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ല് നമുക്ക് സഹായിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെയാണ് നമ്മുടെ സ്കിന്നിനും, നമ്മുടെ സ്കിന്നിലുള്ള പിഗ്മെന്റേഷനൊക്കെ നല്ല പോലെ പോകാനായിട്ട് ഈ ഒരു ഫ്ലാക്സ് സീഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് ഈ ഒരു ഫ്ലാക്സ് സീഡിൻ്റെ കേട്ടോ. അപ്പോൾ ഒരു ദിവസം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 3-4 ദിവസം നമുക്കത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു തണുപ്പോട് കൂടിയിട്ട് നമ്മൾ ഫേസിലിടുമ്പോൾ ആ ഒരു ഫ്രഷ്നെസ്സും നമുക്ക് കിട്ടും. ഞാൻ അങ്ങനെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ചുണ്ടാക്കി അറ്റ് എ ടൈം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം.
അപ്പോൾ അതാണ് നമ്മുടെ ഫ്ലാക്സീഡിൻ്റെ ഗുണങ്ങൾ. നമ്മൾ ഫേസിൽ യൂസ് ചെയ്യുകയാണെങ്കിലും ഹെയറിൽ യൂസ് ചെയ്യുകയാണെങ്കിലും ഒക്കെ നല്ലതാണ്, കഴിക്കാനാണെങ്കിലും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇനി ഈ ഒരു ഫ്ലാക്സീഡിൻ്റെ പാക്ക് നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതാണ് കേട്ടോ ഫ്ലാക്സ് സീഡ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു 3 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡാണ്. ഏകദേശം നമ്മുടെ മുദ്രയുടെ പോലെ തന്നെയാണ്, പക്ഷേ ഷേപ്പ് ഒന്നും അങ്ങനെയല്ല, അതിനേക്കാൾ കുറച്ചും കൂടി ചെറുതാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പോളം വെള്ളം, നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു ഫ്ലാക്സ് സീഡും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ഇതിങ്ങനെ ചൂടാവുന്നതിനനുസരിച്ചിട്ട് ഇതൊരു ജെൽ ഫോമായിട്ട് വരും കേട്ടോ. ഈ ഒരു ഫ്ലാക്സ് സീഡ് ഇങ്ങനെ ആ ഒരു വെള്ളത്തിൽ വെന്ത് ഒരു ജെൽ ഫോമായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ ഇങ്ങനെ വേവും തോറും അതിങ്ങനെ ഒരു വെള്ള പദം അങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. കുറച്ച് കൊഴുന്നനുള്ളൊരു വെള്ളമായിട്ടുണ്ടാവും. അപ്പോൾ ഇത് കുറച്ചും കൂടി ഒന്ന് വേവിക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലാക്സ് സീഡിൻ്റെ കൺസിസ്റ്റൻസി ശരിയായിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ചൂടാറാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. ചൂടാറിയതിന് ശേഷമാണ് നമുക്കിനി നെക്സ്റ്റ് പരിപാടികൾ. അപ്പോൾ അത് ഫ്ലാക്സ് സീഡ് നന്നായി ചൂടാറി കുറച്ചിങ്ങനെ കട്ടിയായിട്ട് വന്നിട്ടുണ്ട്, ജെല്ലൊക്കെ നന്നായിട്ട് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായി ചൂടാറി വന്നതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ നമ്മൾ ഇതിൽ ചേർക്കുന്ന നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് പാലാണ് കേട്ടോ. പശുവും പാല്, നമ്മുടെ പാക്കറ്റ് പാലുണ്ടല്ലോ, അത് തിളപ്പിക്കാത്തതാണ്. അപ്പോൾ നമ്മുടെ ഫ്ലാക്സ് സീഡിൻ്റെ പാക്ക് ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ നമ്മുടെ പാക്ക് ഇവിടെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നമ്മുടെ ഫ്ലാക്സീഡിൻ്റെ പാക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ജെല്ല് മാത്രമായിട്ടല്ല എടുത്തിട്ടുള്ളത്, ഫുള്ളായിട്ട് നമ്മൾ അരച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് കുളിച്ച് വന്ന് നിങ്ങളുടെ ഫ്രണ്ടിൽ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഞാൻ ഫേസിലൊന്നും ഒരു കാര്യം അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു കറക്റ്റ് എന്താ പറയുക റിസൾട്ട്, നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ബ്രൈറ്റ്നസ് തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടുക. അപ്പോൾ ആ ഒരു റിസൾട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫേസിൽ ഒരു സംഭവം അപ്ലൈ ചെയ്യാതെ വന്നിട്ടുള്ളത്. ഒന്നുമില്ല കേട്ടോ, ജസ്റ്റ് ലിപ് ബാം, ലിപ്സ്റ്റിക് അതും കൂടി ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു പാക്ക് നമ്മൾ ഫേസിൽ ഇടാൻ പോകുന്നത്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കയ്യിലും കൂടി ഇട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ കറക്റ്റ് ഡിഫറൻസ് മനസ്സിലാവും. നമുക്ക് ഈ ഇപ്പോൾ നല്ലപോലെ ടാനൊക്കെ ഉള്ള സമയത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഡിഫറൻസ് നല്ലപോലെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ചൊരു ഗുളുഗുളൂന്നിരിക്കുന്ന ഒരു കൺസിസ്റ്റൻസി ആയതുകൊണ്ട് നമ്മൾ കുറച്ച് ടൈം എടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്ക് നെക്കിലും അപ്ലൈ ചെയ്യാം. ഞാനിപ്പോൾ കുളിച്ച് ജസ്റ്റ് വന്നതായതുകൊണ്ട് നെക്കിൽ കാണിച്ചു തരുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് സംഭവം പാക്ക് ഇടുകയാണെങ്കിലും നമ്മൾ ഒപ്പം തന്നെ നെക്കിലും ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ എന്തായാലും ഇത് ഫുള്ള് ഫേസിലും അതുപോലെ ഒരു കയ്യിലും ഇട്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ ഫേസിലും അതുപോലെ തന്നെ ഈ ഒരു കയ്യിലും ഈ ഒരു പോർഷൻ വരെയും അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ ഡിഫറൻസ് നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇനി നമ്മൾ ഇതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതിയാവും. അപ്പോൾ തന്നെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് തുടങ്ങും. അപ്പോൾ നമുക്കൊരു 15 മിനിറ്റിന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫേസും അതുപോലെ തന്നെ കൈയും ഏകദേശം ഉണങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പാക്ക് ഇടുമ്പോൾ അങ്ങനെ കൂടുതലായിട്ട് സംസാരിക്കരുത് കേട്ടോ. കാരണം ഇതിങ്ങനെ വലിയുമ്പോൾ നമ്മുടെ വ്രിങ്കിൾസൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ് ഏത് പാക്കാണെങ്കിലും. അപ്പോൾ ഞാൻ എന്തായാലും ജസ്റ്റ് ഫസ്റ്റ് കൈ ഒന്ന് നിങ്ങൾക്ക് വാഷ് ചെയ്ത് കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് ഫേസ് വാഷ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു പാക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് വെള്ളത്തിൽ കഴുകിയെടുക്കുകയല്ല ചെയ്യുന്നത്. കുറച്ചൊന്ന് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. കുറച്ച് ഡ്രൈ ആയിട്ടുണ്ടാവും ഈ ഒരു പാക്ക്. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് വാഷ് ചെയ്ത് കളയുക കേട്ടോ. അപ്പോൾ നമുക്ക് വാഷ് ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ എൻ്റെ കൈയിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഈ ഒരു പോർഷനിൽ അങ്ങോട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫ്ലാക്സ് സീഡിൻ്റെ പാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുക. കണ്ടല്ലോ ആ ഒരു ഡിഫറൻസ്. ഇപ്പോൾ എൻ്റെ ഈ ഒരു പാക്ക് യൂസ് ചെയ്ത കൈയും പാക്ക് യൂസ് ചെയ്യാത്ത കൈയും കൂടിയുള്ള ഡിഫറൻസ് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ആ ഒരു പാക്ക് യൂസ് ചെയ്ത കൈ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട്, ഒന്ന് ബ്രൈറ്റൻ ആയിട്ടുണ്ട്. പാക്ക് യൂസ് ചെയ്യാത്തതിൽ ചെറുതായിട്ടൊരു ടാനൊക്കെ ഉണ്ട്, കണ്ടില്ലേ? ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ലൊരു ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ? അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോഴും കേട്ടോ. ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ വാഷ് ചെയ്ത് കളയാനായിട്ട്. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ.
നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ടൊരു 1 മിനിറ്റെങ്കിലും നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു മസാജ് ചെയ്യുന്ന സമയത്ത് തന്നെ നന്നായിട്ട് ഇങ്ങനെ കഴുകി കളയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യും. ഈ ഒരു പോർഷൻ കണ്ടില്ലേ, നന്നായിട്ട് സോഫ്റ്റൻ ആയിട്ടുണ്ട്, അതുപോലെ തന്നെ നന്നായിട്ട് ബ്രൈറ്റും ആയിട്ടുണ്ട്. ഇനി ഞാനിത് ഫുള്ളായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതാ ഫുള്ള് വാഷ് ചെയ്ത് വന്നിരിക്കുകയാണ്. കുറച്ച് ടൈം എടുക്കും ഇത് വാഷ് ചെയ്യാനായിട്ട്, കാരണം ഇങ്ങനെ നന്നായിട്ട് നമ്മുടെ ഫേസിലെ സ്കിന്നിൽ അത് ഒട്ടി പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ നമ്മൾ വാഷ് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ കണ്ടില്ല, എൻ്റെ ഫേസിന് നല്ലൊരു ഡിഫറൻസ് തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കും അത് ഫീൽ ചെയ്യുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നമ്മുടെ ഫേസ് പാക്കൊക്കെ ഇട്ട് ഞാൻ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നില്ലേ? എൻ്റെ ആ ഒരു ഫേസ് ഞാനിപ്പോൾ ഫസ്റ്റ് ഉണ്ടായിരുന്ന ഇൻട്രൊഡക്ഷൻ്റെ സമയത്ത് ഉണ്ടായിരുന്ന ഫേസ് ഞാൻ ജസ്റ്റ് സൈഡിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് എന്തായാലും മനസ്സിലാവും. നമ്മുടെ സ്കിന്ന് നല്ല പോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഈ ഒരു പാക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതാണ് കേട്ടോ. ഭയങ്കര സോഫ്റ്റ് ആവും നമ്മുടെ സ്കിന്ന്, അതുപോലെ തന്നെ നല്ലൊരു ഗ്ലോ ഉണ്ടാവും ഇവിടെയൊക്കെ. പിന്നെ നന്നായിട്ട് ബ്രൈറ്റൻ ആവും. നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെയാണ് കിട്ടുക കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഒറ്റ വട്ടം യൂസ് ചെയ്തിട്ടാണ് ഇത്രയും നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. നല്ലൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഗ്ലോവും അതുപോലെ ബ്രൈറ്റനിങ്ങും ഒക്കെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഈ ഒരു ഫേസ് പാക്ക്. നമുക്ക് വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ. കെമിക്കൽസ് ഒന്നും ചേർക്കുന്നില്ല, നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ ഒരു ഫ്ലാക്സീഡ് മാത്രം നമ്മൾ വാങ്ങിച്ച് വെച്ചാൽ മതി കുറച്ച്. അപ്പോൾ നമുക്കത് ഡെയിലി ഇപ്പോൾ ഇങ്ങനെ ജെല്ലായിട്ട് നമ്മൾ ഈ ഒരു ഫ്ലാക്സീഡിൻ്റെ പാക്ക് ഉണ്ടാക്കുന്നുണ്ടല്ലോ, അതിന് പകരം ഫ്ലാക്സീഡിൻ്റെ ജെല്ല് എടുത്തിട്ട് നമുക്ക് ഡെയിലി രാവിലെ എണീച്ച് കഴിഞ്ഞ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം. നല്ലൊരു ഡിഫറൻസ് നിങ്ങൾക്ക് എന്തായാലും 1 മന്തിൻ്റെ ഉള്ളിൽ നല്ലൊരു ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കുക. അതുപോലെ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ കാണാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ, സീ യു.